ഇതിനകത്തിരുന്ന് ശ്വാസം മുട്ടുന്നു. ആരെങ്കിലും കണ്ടാൽ? കാണില്ല. നിങ്ങൾ കൊണ്ടുവന്ന 50,000 കൊണ്ട് എന്റെ കാര്യം നടക്കില്ല. ചുരുങ്ങിയ 4 ലക്ഷം രൂപയെങ്കിലും വേണം. ജയ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഞാനാ സത്യരാജ്. നീ എവിടുന്നാ വിളിക്കുന്നത്? നിങ്ങൾ എന്നെ കൊണ്ട് പൂട്ടിയിട്ട് ഇല്ലെന്ന് തന്നെ. ഇവിടേക്ക് ടെലിഫോൺ അപ്ലൈ ചെയ്ത് വാങ്ങിക്കാൻ പ്രയാസമാണെന്നല്ലേ പറഞ്ഞത്? അത് ഞാൻ തന്നെ സംഘടിപ്പിച്ചു. എങ്ങനെ? ഞാൻ വിശ്വസിക്കില്ല. മിസ്റ്റർ, നിങ്ങളൊരു ക്രിമിനൽ ലോയർ ആണെങ്കിൽ ഞാനൊരു പക്ക ക്രിമിനലാ. എന്റെ ബുദ്ധിയെ നിങ്ങൾ അളക്കരുത്. അതുകൊണ്ടാണല്ലോ ജനം എന്നെ ആരാധിക്കുന്നത്. അതിരിക്കട്ടെ, എന്റെ കാര്യം എന്തായി? ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് കുടിയിരുത്തിയതുകൊണ്ടായില്ലല്ലോ. ഉടനെ എല്ലാം ശരിപ്പെടും. ഞാൻ ഏറ്റുന്നേ. ശരി. ജയൻ, ആ എസ്റ്റേറ്റ് കണ്ടപ്പോ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് വാങ്ങിക്കാൻ? അത് വിശ്വസിച്ച് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു. അന്ന് ചാക്കോച്ച മുതലാളിയെ വെടിവെച്ച് കൊല്ലുമെന്ന് ആരെങ്കിലും കരുതിയോ? എന്റെ കാശ് അങ്ങേരുടെ കൈ പെട്ടുപോയി. ആ പാലത്തിന്റെ പണിയിലും വന്നു നഷ്ടം. എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങൾക്ക് പണം തരാൻ നോക്കുവോ? അത് പറ. ഈ നിലയിൽ ലക്ഷങ്ങൾ തരാൻ എന്റെ കയ്യിലില്ല. 50,000 ആയിട്ട് എനിക്ക് വേണ്ട. ഉലുവയായിട്ട് വന്നിരിക്കുന്നു ദരിദ്രവാസി. ഞാനൊരു പിച്ചക്കാരനാണെന്ന് കരുതിയോ നിന്റെ തന്ത? യോഗ്യനാണെന്ന് ധരിച്ചതാ തെറ്റിയത്. എന്താ നീ പറഞ്ഞത്? അല്ലെങ്കിൽ അത്രയേറെ സ്ത്രീധനം തന്നെ നിങ്ങളുടെ കൂടെ ഇറക്കി വിടില്ലായിരുന്നു. പിന്നെയും കാറിനും എസ്റ്റേറ്റിനും വേറെ എത്ര ആവശ്യം പറഞ്ഞ് നിങ്ങൾ വാങ്ങിച്ചു? ഇപ്പോഴും ചോദിക്കുന്നത് ലക്ഷങ്ങളല്ലേ? നാണമില്ലാതെ. കല്യാണത്തിന് മുമ്പ് പോലീസ് ഇൻസ്പെക്ടർ കൂടെ അഴിഞ്ഞാടിയ നീയാണടി നാണം കെട്ടവൾ. എനിക്ക് കഞ്ഞിക്ക് വകയില്ലാഞ്ഞിട്ടല്ല, അതിന്റെ നഷ്ടപരിഹാരമാണ് ഞാൻ എന്റെ അച്ഛനോട് ചോദിക്കുന്നത്. ഒരു സെക്കൻഡ് ഹാൻഡിനെ എന്റെ തലയിൽ കെട്ടിവെച്ചതിനുള്ള കോമ്പൻസേഷൻ. മകന്റെ ഗേൾ ഫ്രണ്ട് ആരാണെന്നറിയോ? സീതയില്ലേ? ഞാനും തിരുവനന്തപുരത്ത് കൊണ്ട് കുഴപ്പമായ അവളുടെ അനുജത്തി. ചേച്ചി വിളി എന്താണെന്ന് അറിയാമല്ലോ. വിൻസെന്റ് മകനെന്ന് ഉപദേശിക്കണം. ഈ പോക്ക് നമ്മല്ല. എന്താടാ ഇതിനകത്ത്? സിമന്റ് എവിടെ നിന്ന് കൊണ്ടുവരുന്നു? കൊച്ചി. ആർക്കാണ് കൊണ്ടുവന്നേ? അറിയില്ല സാർ. അറിയില്ലേ? വണ്ടി ഇവിടെ എത്തിയ ഈ നമ്പർ വിളിക്കാനാണ് സാർ പറഞ്ഞത്. 74584 ഇവിടത്തെ ഫോൺ നമ്പറാണോ? അതെ. എനിക്ക് വീടൊന്ന് പരിശോധിക്കണം. സെർച്ച് വാറന്റ് ഉണ്ട്. ഐ എം സോറി, എന്റെ ഡ്യൂട്ടിയാണ്.
അഡ്വക്കേറ്റ് ജയചന്ദ്രനുണ്ടോ? ഏതാണ്ട് 2.5 കോടി രൂപയുടെ സിമന്റ് ഇറക്കുമതി ചെയ്തതായിട്ട് ഈ ഫയലിൽ കാണുന്നുണ്ട് സർ. ഒരു ധർമ്മസ്ഥാപനത്തിന്റെ പേരിൽ ഇറക്കുമതി ചെയ്ത ഈ സിമന്റ് അത്രയും സ്വകാര്യ ഏജൻസികൾക്ക് ബ്ലാക്കിൽ വിറ്റതായും രേഖയുണ്ട്. ചാക്കോച്ചന്റെ കൊലപാതകവുമായി ഇടപാടുകാർക്ക് ബന്ധമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഏതാനും എവിഡൻസുകൾ ഈ ഫയലിലുണ്ട് സർ. ഐ സി. കണ്ടിടത്തോളം അത്ര നിസ്സാരന്മാരല്ല ഇതിന്റെ പിന്നിൽ. പെട്ടെന്ന് കൈകാര്യം ചെയ്ത് അവസാനിപ്പിക്കാവുന്ന ഒരു കേസുമില്ലത്. ബാലു, ഇത് സംബന്ധിച്ച് മറ്റു വല്ല റെക്കോർഡുകളും തന്റെ കയ്യിലുണ്ടോ? ഇല്ല സർ, ഞാൻ എല്ലാം ഏൽപ്പിച്ചു. ഗുഡ്. ഞാനതൊക്കെ ഒന്ന് പഠിക്കട്ടെ, എന്നിട്ട് മതി അടുത്ത നീക്കം. നിസ്സാരമായൊരു പഴുത് കിട്ടിയാൽ അവന്മാർ രക്ഷപ്പെടും. വി മസ്റ്റ് നോട്ട് അലോ ദാറ്റ് സർ. അതുവരെ ഈ റാക്കറ്റിനെ പറ്റി നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. സർ. എനിഹൗ യു ഹാവ് ഡൺ സംതിങ് വെരി കമൻഡബിൾ ബാലു. പ്ലീസ് കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. വക്കീലിന്റെ വീട്ടിൽ റെയ്ഡ് നടന്ന വിവരം വിൻസെന്റ് വിളിച്ച് പറയുമ്പോൾ ഞാൻ സ്ഥലത്തുണ്ടായി. ഇല്ലായിരുന്നെങ്കിലോ? ദാറ്റ് ബലറാം ഈസ് എ ഡെയർ ഡെവിൾ. മുൻപും പിൻപും നോക്കാത്ത പ്രകൃതമാണ് മനുഷ്യന്. കംപ്ലീറ്റ് റെക്കോർഡ്സിനെ ഏൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ നമ്മുടെ ഭാഗത്ത് നേരെ കൊണ്ട് തന്നു. ഇനിയെങ്കിലും ഇത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കും. ഇയാളുടെ കാര്യപ്രാപ്തി വിൻസെന്റിന് ചന്ദ്രാജിക്കും ബോധ്യമായില്ല. അത് കുമാർ സാർ പറയുന്നത് പോലെ ഞാൻ അടക്കട വക്കീല്. കോടിക്കണക്കിന് രൂപയുടെ തിരിമറിയ അതിൽ ഉയരി പണയം വെച്ച മറ്റുള്ളവർ പലതും മറക്കുന്നത്. കൂട്ടത്തിൽ 5-6 ലക്ഷം കടലാസ് ഒതുക്കി വെക്കാൻ ത്രാണിയില്ലാത്ത ഇയാളുടെ ന്യായപ്രസവമൊന്നും കേൾക്കണ്ട. എന്നെ കുരുതി കൊടുക്കാൻ നീ അന്യനൊരുത്തിന് വാതിൽ തുറന്നു കൊടുക്കില്ലേ? ആണുങ്ങളില്ലാത്ത വീട്ടിൽ കിടക്കരുതെന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നു. ഇവിടെ നല്ല ഫയലും റെക്കോർഡ് എടുത്തുകൊണ്ട് പോകുന്നത് നീ നോക്കിയിരുന്നില്ലേ? സെർച്ച് വാറന്റുമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ കടന്നു വരുമ്പോ പിന്നെ പരവനാണ് ഇവർക്ക് താലപ്പൊലി എടുത്ത് സ്വീകരിക്കാമായിരുന്നു. അറ്റ്ലീസ്റ്റ് നീ എനിക്കൊന്ന് ഫോൺ ചെയ്തു. പലതവണ ശ്രമിച്ചതാ, കിട്ടണ്ടേ? കിട്ടില്ല. വന്നത് പോലീസ് ഓഫീസർ മാത്രമല്ലല്ലോ, കാമുകനല്ലേ? അനാവശ്യം പറയരുത്. അനാവശ്യം. ഈ വീട്ടിൽ ഫയലും റെക്കോർഡും മാത്രമല്ല, നിന്നെയും ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഞാനില്ലാത്തപ്പോൾ അവൻ ഇനിയും കടന്നു വന്നാൽ നീ അതിനും വാല് തുറന്നു കൊടുക്കുമല്ലോ. അതെ, തുറന്നു കൊടുക്കും. എന്താണ് നീ പറഞ്ഞത്? ഇനി തൊട്ടുപോലെ തന്നെ. എന്താ നിങ്ങൾ കരുതിയത്? എന്നും കാൽക്കയിലിട്ട് ചവിട്ടി അരയ്ക്കാമെന്നോ? സഹിക്കാവുന്നതിലേറെ ഞാൻ സഹിച്ചു. ഇനി വയ്യ. തരം കിട്ടിയാൽ അന്യപുരുഷന് വാതിൽ തുറന്നു കൊടുക്കുന്നവളാണ് സ്വന്തം ഭാര്യ എന്ന് കരുതുന്ന നിങ്ങൾ. ആളാണെങ്കിൽ എന്നെ അടിച്ചിറക്കണം. അതിനുള്ള നട്ടല് നിങ്ങൾക്കില്ലെങ്കിൽ ഞാൻ തന്നെ ഇറങ്ങാം. മതി, മനസ്സില്ല. എനിക്കിനി നിങ്ങളുടെ കൂടെ ജീവിക്കാൻ മടുത്തു. ഹലോ, ഇസ് ഇറ്റ് ഹോങ്കോങ് 62616557? ഐ ആം സത്യരാജ് ഹിയർ. 2 ദിവസമായി ട്രൈ ചെയ്യുന്നു. 10 ദിവസത്തിനായി ഞാൻ പുറപ്പെടും. സിലോൺ വരെ കപ്പലില്ല, അവിടുന്ന് ഫ്ലൈറ്റിൽ. വേണ്ട ഏർപ്പാടുകൾ ഇവർ ചെയ്തിട്ടുണ്ട്. കൊളംബോ അക്കൗണ്ടിലേക്ക് $10,000 ഉടനെ ട്രാൻസ്ഫർ ചെയ്യണം. ബാക്കിയൊക്കെ ഞാനവിടെ വന്നിട്ട്. ഓക്കെ, ഓൾ റൈറ്റ്. ഓഹോ, അപ്പൊ ഇതായിരുന്നുവല്ലേ ഉദ്ദേശം? രക്ഷപ്പെടുന്നത് വരെ സുരക്ഷിതമായൊരു താവളം, ഈ വീട് ഒരു മറ. അതെ, അല്ലാതെ എന്താ കരുതിയത്? കാലാകാലം നിങ്ങളുടെ ഉപ്പും ചോറും നിങ്ങളുടെ കൂടണമെന്ന്. നോക്ക്, ചെയ്യാൻ കഴിയുമെന്ന് പരിപൂർണ്ണ വിശ്വാസമുള്ള കാര്യങ്ങളെ സത്യരായ ഏറ്റെടുക്കാറുള്ളൂ. നിങ്ങൾ ആവശ്യപ്പെട്ടതടക്കം. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഞാനത് ചെയ്തിരിക്കും. അതിൽ ഓർമ്മപ്പെടുത്തലിന്റെ ആവശ്യമില്ല. ഈ സംശയം ഐ ജസ്റ്റ് ഡോണ്ട് ലൈക്ക് ഇറ്റ്. ജ്യോതി, ഇയാൾക്കെന്താ ഇവിടെ കാര്യം? ഇതിവിടെ ആര് കൊണ്ടുവന്നു? ബെന്നി. എടുത്തോണ്ട് പോടോ. കൊണ്ടുപോകാനല്ല, ഞാനിത് ജ്യോതിക്ക് പ്രസന്റേഷനായി കൊടുത്തതാ. പ്രസന്റേഷൻ? ചേച്ചി, ബെന്നി അവമാനിക്കരുത്. ഞാൻ വിളിച്ചിട്ട് എന്റെ ഗസ്റ്റ് ആയിട്ടാ ബെന്നി വന്നിരിക്കുന്നത്. ആണോ? എങ്കിലും ഉപചരിക്കണമല്ലോ. അത് ഞാനാകാം.
ഞാനല്ലേ ഗൃഹനാഥ. നീ അകത്ത് പോ. ജ്യോതി, നിന്നോട് അകത്ത് പോകാനാ പറഞ്ഞത്. എനിക്ക് ഇയാളോട് അല്പം സംസാരിക്കാനുണ്ട്. ഇത്രയും വലിയൊരു സമ്മാനം എന്റെ അനിയത്തിക്ക് കൊടുക്കാൻ മാത്രം നീ അവളും തമ്മിലുള്ള ബന്ധം? ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ്. എടോ, വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന സ്നേഹം പുരുഷന് നിന്നെപ്പോലൊരു പണക്കാരന്റെ മകന് വലിയൊരു ക്രെഡിറ്റ് ആണ്. ആ സ്നേഹം വിറ്റ് ജീവിക്കാൻ എന്റെ അനിയത്തിയെ ഞാൻ വിട്ടുതരില്ല. അതിനുവേണ്ടിയല്ല ഞാൻ അവളെ വളർത്തുന്നത്. ചേച്ചി, കാര്യം കാണാനാണെങ്കിൽ ഈ പാവം പെണ്ണെന്തിന്? ഞാനല്ല ബെറ്റർ ചോയ്സ്. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചാണ്. ജ്യോതി ആ നിലയ്ക്കല്ല ഞാൻ ഇഷ്ടപ്പെടുന്നത്. പിന്നെ വിൻസെന്റ് മുതലാളിയുടെ മകൻ എന്റെ അനിയത്തെ കല്യാണം കഴിക്കുമെന്നാണോ പറഞ്ഞു വരുന്നത്? അതെ. നിന്റെ അപ്പൻ അതിനെ സമ്മതിക്കുമോ? നിന്റെ സമുദായികൾ അംഗീകരിക്കുമോ? അവരെയൊക്കെ എതിർത്തുകൊണ്ട് എന്റെ അനിയത്തെ സ്വീകരിക്കാനുള്ള ചങ്കൂറ്റം നിനക്കുണ്ടോ? ഉണ്ട്. എങ്കിലത് ആദ്യം നടക്കട്ടെ. ജ്യോതിയെ കാണുന്നതും ഈ സ്നേഹം പ്രകടിപ്പിക്കുന്നതും എന്നിട്ട് മതി. മനസ്സിലായില്ലേ? മനസ്സിലായി. ഞാനോ പിഴച്ചവള. ഇനിയൊരു വീഴ്ച കൂടി താങ്ങാൻ ഈ പാവം കുടുംബത്തിന് കഴിയില്ല. ഞങ്ങളെ ഉപദ്രവിക്കരുത് ബെന്നി, പ്ലീസ്. അനിയൻ പോ. മോനെ, നിനക്ക് പ്രായമായി. ഇഷ്ടപ്പെട്ടൊരു പെൺകുട്ടിയെ നീ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ആർക്കും നിന്നെ തടയാനാവില്ല. പക്ഷേ ഡാഡിയുടെ സമ്മതത്തോടെ ഈ കല്യാണം നടക്കുമെന്ന് നീ കരുതണ്ട. അവരുടെ ജാതിയും മതവും ഒന്നും എനിക്ക് പ്രശ്നമല്ല. എന്നാൽ സിറ്റിയിൽ അറിയപ്പെടുന്ന ഒരു വേശ്യാലയം എന്റെ മകന്റെ ബന്ധുവീടാകാൻ ഞാൻ സമ്മതിക്കില്ല. ജ്യോതി വേശ്യല്ലേ ഡാഡി? അവളുടെ ചേച്ചിയാണല്ലോ സീത. അവൾ ഏതെല്ലാം ഹോട്ടലുകളിൽ ആരുടെയെല്ലാം കൂടി അന്തിയിറങ്ങിയിട്ടുണ്ടെന്ന് കുറെയൊക്കെ എനിക്കും അറിയാം. വേണ്ട മോനെ, നമുക്കിത് കൊള്ളില്ല. ഞാൻ തീരുമാനിച്ചതാണ്. വാക്ക് കൊടുക്കുകയും ചെയ്തു. ഇനി ആരെതിർത്തിട്ടും